ഹലോ ഗൈസ്, ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കാൻ ഇപ്പോൾ ജിമ്മിൽ പോവാണ്. എൻ്റെ കൂടെ ചാക്ചൻജി ഉണ്ട്, ചാക്ചൻ സാർ. ഇന്ന് എൻ്റെ ട്രെയിനർ ചാക്കച്ചൻ സാറാണ്. അതെ, കുറേ നാളുകൾക്ക് ശേഷം ചാക്കച്ചൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വർക്കൗട്ട് ചെയ്ത ദിവസമാണ് എൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയത്. ഈ പ്രാവശ്യം എന്താ ഡിസ്ലൊക്കേറ്റ് ആവാന്ന് അറിയില്ല. എന്നാലും ചാക്കോച്ചൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അല്ലേ ചാക്കോച്ചൻ? അത്രേ ഉള്ളൂ. ഒരു ഫോർഡിൻ്റെ ലിമോസിൻ. അടിപൊളി. വർക്കൗട്ട് കഴിഞ്ഞ് ഞങ്ങൾ വോൾമാർട്ടിൽ വന്നിരിക്കുകയാണ്. ഒരാൾ പോണ നോക്കി അവിടെ പോയി വീഴും. ചിക്കനും ചീരയും മറ്റേ എന്താ പറയുക പനീറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. എത്ര കൺട്രോൾ ആവാമെന്ന് എനിക്കറിയാമല്ലോ. ഇന്നത്തെ വർക്കൗട്ട് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ കയ്യിലാണ് ചെയ്തത് ബൈസും ട്രൈസും. ഞാൻ ആ സമയത്ത് വ്ളോഗ് ചെയ്യണില്ലേ അവിടെ. ഞാൻ ഇതുവരെ ജിമ്മിൽ ക്യാമറ വെച്ചിട്ടുള്ള പരിപാടിയൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. അത് പതിയെ നമുക്ക് വേറെ വീഡിയോയിലൊക്കെ ഇടാം. മൺഡേ തൊട്ടിട്ടുള്ള വർക്കൗട്ടുകളിലൊക്കെ ഇനി എന്താ പറയുക കാലത്തോട്ട് പോയാലോന്നൊക്കെ ആഗ്രഹമുണ്ട്. എത്രമാത്രം സക്സസ്ഫുൾ ആവും നമുക്ക് മൺഡേ അറിയാം. പിന്നെ ചാക്കോച്ച എന്ത് പറയുന്നു? ഓൾ ഗുഡ് ഗൈസ്. വേറൊന്നുമില്ല, വിശേഷം ഒന്നും പറയല്ലേ? വിശേഷം എന്താന്ന് ജിമ്മിൽ പോയി ഹെൽത്തി വർക്കൗട്ട് ഓണില്ലേ. ഹെൽത്തി വർക്കൗട്ടാ? ഹെൽത്തി വർക്കൗട്ട് ഇത് കട്ട് ചെയ്ത് കളയും. ഇത് കട്ടിങ് ഒന്നുമില്ല, ഇത് ഫുൾ ലൈവാണ്. ലൈവ് എൻ്റെ അല്ല ഇത്. നമ്മള് പ്രോഗ്രസ് ഉണ്ടാകുന്നത് വേറെ അറിയാൻ പാടില്ല. ഇവൻ ഈ മറ്റേ ആളാ, എന്താ പറയാ. ഹലോ നമസ്കാരം. ഞാൻ ചെറുതായിട്ട് എൻ്റെ തന്നെ മുടി വെട്ടിട്ടോ. ഞാൻ തന്നെയാണ് എൻ്റെ ബാർബർ. ഞാൻ ഇപ്രാവശ്യം ശരിക്കുള്ള ബാർബറിൻ്റെ അടുത്ത് പോയി മുടി വെട്ടിയാലോ എന്ന് ഉണ്ടായിരുന്നു. പക്ഷെ മടിയാ. ഇനി അവിടെ വരെ പോയി ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഇന്നലെ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഞാൻ തന്നെ വെട്ടാം. ഞാൻ സോയേട്ടിനെ വിട്ടാറ്. ഇവിടെ വന്നിട്ട് എപ്പോഴും ഞാൻ സോയേട്ടിനെ വിട്ടാറ്. വേറൊരു സാധനം കാണിക്കാൻ വിളിച്ച ഞാനേ ഈ അടുത്ത് ഇവിടെ ഒരു ഗ്രോസറി സ്റ്റോറിൽ പോയപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ചു. ഇതെന്താണെന്നറിയോ? കാണാണ്ടോ? ഇതാണ് പുളി, നമ്മുടെ നാട്ടിലത്തെ പുളി. ഞാൻ ഇത് ഇവിടെ എത്തിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടണം കേട്ടോ. ലൈക്ക് യൂഷ്വലി നമ്മൾ മറ്റേ പാക്കറ്റിൽ നമ്മൾ മറ്റേ രസം ഉണ്ടാക്കാനും മറ്റേ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കറ്റിൽ കിട്ടില്ലേ, അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ലിറ്ററലി ഞാൻ വേണ്ട കഴിച്ചിട്ട് ഞാൻ കുരു പോലും മാറ്റി വയ്ക്കുന്നുണ്ട്. കുരു ഉണക്കി നമുക്ക് വറുത്ത് തിന്നാലോ. കൊതി പറ്റണ്ട ആൾക്കാർക്ക് കൊതി. ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഇപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയാ, എന്താ പരിപാടിയുടെ പേര്? അതെ, തെരുവ് നാടകം എന്നല്ല, ഒരു തീ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അത് 6 മണിക്ക് തുടങ്ങിയത്. ഇപ്പോൾ 9 മണി ഓൾറെഡി ആയി. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇവിടെ ആൾക്കാർ നടക്കുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ പരിപാടി നടന്നത്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലേറ്റായി. കഴിഞ്ഞ് വന്നാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റായി. ഇവിടെ വന്ന കാര്യം നടക്കാത്ത കാരണം ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് അടിക്കാൻ ജാക്കാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഞങ്ങൾ 3ാമത്തെ സ്ഥലത്തേക്കാണ് ഇവൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ എത്തി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് എന്നാണ് ഈ സാധനത്തിനാണ് കെഗ് എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ ബിയർ, അതൊക്കെ നിറച്ച് ബിയറാണ്. ഗിന്നസിൻ്റെ ബിയറുകൾ, അവിടെയൊക്കെ ബിയറുകളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കും മുകളിൽ നിന്ന്, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ മുകളിലത്തെ പാറ്റിയോയിലേക്കാണ്. പാറ്റിയോ ഇതാണ് മുകളിലത്തെ പാറ്റിയോ. അത്യാവശ്യം അടിപൊളി സെറ്റപ്പാണല്ലോ. പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേട്ടോ ഇത്ര മുകളിലിരിക്കണേ. അടിപൊളി. അതാണ് നമ്മൾ എപ്പോഴും കാണുന്ന സിറ്റി ഹാള്. അത്യാവശ്യം നല്ല വൈബ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവൻ ഓർഡർ ചെയ്ത് ഹൈനിക്കനാണ്. ഞാൻ ഓർഡർ ചെയ്ത് ഇവിടുത്തെ ബ്രൂവറിയിൽ ഉണ്ടാക്കിയ IPA. സ്മൈൽ ചാക്കോ. ഞങ്ങൾ വാങ്ങിച്ച ഫുഡ് വന്നു. നാച്ചോസ് വിചാരിച്ചു അത്യാവശ്യം വലുതായിരിക്കുന്നു, പക്ഷെ ഇത്തിരി ചെറുതാണ്. ഇതാണ് പുഡിങ്. ചെറിയ ഫുഡാണ്, പക്ഷെ ഇത് ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ്, റൈറ്റ് ചാക്കോച്ച? ഓഫ് കോഴ്സ്. താങ്ക് യു.
ഫുഡ് അടിപൊളിയാണ്. കഴിച്ചു ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാക്കോച്ചവന്റെ ഫോൺ മറന്നു, അത് തിരിച്ചെടുക്കാൻ ഞങ്ങൾ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഫോൺ അവന് കിട്ടി. ചാക്കോച്ച ഫോൺ കാണിക്കും. ഫുഡിന്റെ കാര്യം പറയാൻ വെച്ചാൽ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആകെ ഇത്തിരി പ്രശ്നം തന്നെ നമ്മൾ വിചാരിച്ചൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ടോട്ടൽ ഒരു $65 ബില്ലായി. അത്രയ്ക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ ഈ സ്ഥലം ഇങ്ങനെയായ കാരണമായിരിക്കും മിക്കവാറും എക്സ്പെൻസീവ്. പിന്നെ ഇനി വീട്ടിൽ പോകുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണേ. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും നല്ല ഫുഡ് അടിച്ച് അവരുടെ വീട്ടിൽ പോയി ഞങ്ങൾ ഇത്തിരി ഫിഫയൊക്കെ കളിച്ചിരുന്ന് തിരിച്ച് വീട്ടിലെത്തി കിടന്നു. ഇന്നിപ്പോൾ തിരിച്ചത് മൺഡേ ആയില്ലോ, വീക്കെൻഡ് കഴിഞ്ഞത് ജോലിയുടെ ഫ്രണ്ടിലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച മൊത്തം എന്താ നടക്കണേ അത് ഞാൻ ക്ലിപ്പായി എടുത്തിട്ട് അത് ഞാനിങ്ങനെ വ്ളോഗായിട്ട് ഇടുന്നു. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാൻ ഞാൻ അടുത്ത വീഡിയോ തൊട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.